അൻസിബയും അർജുനും തമ്മിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ ലൈവിൽ അൻസിബ ഋഷിയോട് പറയുന്നതും ഒക്കെയുള്ളൂ കാണിക്കുന്നുള്ളൂ. അവർ നേരിട്ടുള്ള ഒരു കോൺവെർസേഷൻ ലൈവിലും ഇല്ല. ശ്രീതുവുമായുള്ള തന്റെ കോംബോ വിഷയത്തിൽ അൻസിബ എന്തോ പറഞ്ഞു എന്ന ധാരണയിൽ അർജുൻ പരിഹസിച്ച് സംസാരിക്കുകയുണ്ടായി. അതോടെ വിഷയം വലുതായി. ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതോടെ അർജുൻ ഫാൻസ് അടക്കമുള്ളവരിൽ നിന്നും വലിയ രീതിയിൽ സൈബർ അറ്റാക്ക് അൻസിബയ്ക്കുണ്ടായി. സോഷ്യൽ മീഡിയ വഴിയുള്ള പരിഹാസ കമന്റുകൾ കൂടിയതോടെ അൻസിബ തന്നെ പ്രതികരിച്ചെത്തി. എന്നെ കൊണ്ട് ഇത് നിങ്ങൾ പറയിപ്പിക്കുന്നതാണ്, കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതായിരിക്കും അകത്തും പുറത്തുമുള്ളവർക്ക് നല്ലത് എന്ന് കുറിച്ചുകൊണ്ടാണ് വിശദീകരണ വീഡിയോ അൻസിബ പങ്കിട്ടത്. താരത്തിന്റെ വാക്കുകളിലൂടെ നമുക്കൊന്ന് പോവാം. നിങ്ങളെല്ലാവരും ലൈവിൽ കണ്ടു കാണും ഞാൻ അർജുൻ്റെ ഒരു വിഷയം ഹൗസിൽ പറയുന്നത്. അവിടെയുള്ള ഒരു കണ്ടസ്റ്റന്റിന്റെ അമ്മയ്ക്ക് ആ കണ്ടസ്റ്റന്റ് വളരെ വൈകി ഉറങ്ങുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കണ്ടസ്റ്റന്റിനോട് നേരത്തെ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. കൂടാതെ പോകുന്നതിന് മുമ്പ് നോക്കിക്കോണേ എന്ന് എന്നോട് പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഉറങ്ങാൻ ഞാൻ കുട്ടിയോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, നേരത്തെ ഉറങ്ങാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, പാല് കുടിച്ചാൽ നേരത്തെ ഉറങ്ങാൻ പറ്റുമെന്ന്. ഇന്നലെ അർജുനും ഞാനും സുരേഷനും കൂടി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടേക്ക് വന്ന് പാല് കുടിച്ചാൽ നേരത്തെ ഉറങ്ങാൻ പറ്റുമെന്ന് കുത്തി പറയുകയും ചെയ്തു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയെന്ന്. പിന്നെ അർജുനാണ് എന്നെ പിന്നിൽ നിന്നും കുത്തിയത്. എന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തത് അർജുനാണെന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ അർജുൻ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ നോമിനേഷനിൽ വരുന്നതും എവിക്റ്റ് ആവുന്നതുമൊന്നും ഞാൻ ഒരിക്കലും പേടിച്ചിട്ടില്ല. എവിക്റ്റായി ഇറങ്ങിയപ്പോൾ നീ എന്തിനാ അർജുനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്ന് പലരും ചോദിച്ചു. നോമിനേറ്റ് ചെയ്തതും വെറുത്തതും ഏറ്റവും കൂടുതൽ അർജുനാണെന്ന് അവർ എന്നോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. അത് അവനോട് ഞാൻ പറഞ്ഞു. അർജുനെ പുറകിൽ നിന്ന് കുത്തിയെന്ന് ഞാൻ അവൻ്റെ മുഖത്ത് നോക്കി തന്നെ ബിഗ് ബോസിൽ വെച്ച് പറഞ്ഞു. ഇതെല്ലാം നടക്കുമ്പോൾ സുരേഷ് ചേട്ടൻ സാക്ഷിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംസാരിച്ചെന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവർ ചോദിച്ചപ്പോൾ ഞാൻ അത് പറഞ്ഞു കൊടുത്തു. അല്ലാതെ അർജുനോട് പറയാതെ മറ്റുള്ളവരോട് മാത്രം പറഞ്ഞു എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. പരദൂഷണം പറഞ്ഞു എന്ന് പറയുകയും വേണ്ട. PR അറ്റാക്ക് എനിക്ക് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ഒരു കാരണവുമില്ലാതെ ഡീഗ്രേഡ് ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. അർജുൻ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയതുകൊണ്ടാണ് ഞാൻ മുഖത്ത് നോക്കിയെല്ലാം പറഞ്ഞത് എന്നാണ് അൻസിബ അർജുൻ വിഷയത്തിൽ പ്രതികരിച്ചത്. ക്രൂ മെമ്പേഴ്സിനെ വിളിച്ച് എന്തുകൊണ്ട് രണ്ടുപേരുടെയും കോൺവെർസേഷൻ ഇല്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അത് അവരുടെ സെർവറിൽ ഇല്ലെന്നായിരുന്നു അവരുടെ മറുപടി എന്ന്. അൻസിബ പറയുന്നത് മാത്രമേ അവരവിടെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അൻസിബ പ്രതികരിക്കാൻ കാരണം. അൻസിബ ഇപ്പോഴെങ്കിലും പ്രതികരിച്ചത് നന്നായി എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത്.